സുഖം സുഖം അല്ലേ? നന്നായിട്ട് ഉറങ്ങിയോ? നന്നായിട്ട് ഉറങ്ങി, ക്ഷീണൊക്കെ മാറി. ഇടയ്ക്ക് സ്വപ്നം കണ്ടു പാറുവിനെ ഒരു അങ്ങനെ ഉണന്നു പറഞ്ഞു മഞ്ജരി രാവിലെ. ഞാൻ സ്വപ്നം കണ്ടു സത്യത്തിൽ സാർ, ഞാൻ സത്യത്തിൽ സ്വപ്നം കണ്ടു. എന്നെയോ? ആ അതെ, എന്നുവെച്ചാ ഇപ്പൊ എന്നും ഞാൻ പാറുവിനല്ലേ, പാറുവിന്റെ കൂടെ അല്ലേ സഹവാസം. അപ്പൊ രാത്രി എന്തോ ലേറ്റായി ഉറങ്ങി. അപ്പൊ ഒരു ഇതില് പാറു ഇങ്ങനെ നല്ല നല്ല സാരിയൊക്കെ ഉടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ മുടിയൊക്കെ കെട്ടി നല്ല മെസ്സി ബണ്ണ് പോലെയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പം കുറെ പേരുണ്ട് അവിടെ നിൽക്കുന്നു. അപ്പം എന്തോ പ്രോഗ്രാമിന്റെ എന്തോ ഡിസ്കഷൻ എന്തോ ആണ്. അപ്പൊ ഞാനിങ്ങനെ പാറു എന്ത് ക്യൂട്ടാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പാറു ഭയങ്കര മൈൻഡ് ചെയ്യുന്നില്ല. കാര്യം പാറുവാണ് അതിന്റെ മെയിൻ സ്പോൺസർ ആ പ്രോഗ്രാം. പാറു അവിടെ ഭയങ്കര സ്നേഹത്തില് സന്തോഷത്തിലൊക്കെ. അപ്പൊ അവിടെ ഒരു തർക്കം, പാറുവിന് എത്ര വയസ്സുണ്ട് എന്ന്. അവരവിടെ ഇങ്ങനെ തർക്കം നടക്കുക. അപ്പോൾ പാറു ഇങ്ങനെ, ഞാൻ പറയും പാറു കേൾക്കും, ഇതൊന്നും ചോദിക്കരുത്, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അപ്പോൾ പെട്ടെന്ന് പാറു അതുവഴി ഇങ്ങനെ കയറി വരും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പാറുവിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ സീരിയസ് ആവും. എന്നിട്ട് പാറു ഒരു കറക്കം അങ്ങ് കറങ്ങുമ്പോൾ ഈ മുടിയൊക്കെ അങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് മുടിയൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ള പാറുവാ. പിരികൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു സീരിയസ് ഒക്കെ ആയിട്ട് എനിക്ക് 40 വയസ്സുണ്ട്. അത് കേട്ടപ്പോ എല്ലാരും കൈ അടിച്ചു. അതിന്റെ ഇടയ്ക്ക് ഒരു ഭയങ്കര വിസിലടി കേട്ടു. മഞ്ജരി നോക്കിയപ്പോ ഞാനായിരുന്നു 40 വയസ്സുണ്ട്. അപ്പൊ എന്റെ ഉറക്കം പോയി. ഞാൻ എന്ത് ചെയ്യാനാ, സ്വപ്നത്തിൽ കണ്ടതല്ലേ, സ്വന്തം പറഞ്ഞതല്ലേ, ഞാനല്ലല്ലോ. എന്തിനാ കറങ്ങാൻ പോയത്? അതാ പറഞ്ഞു ഇളക്കം പാടില്ല സ്ത്രീകൾക്ക്. പക്ഷെ പാറു ഈ AI ഒക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ സ്വപ്നത്തിൽ പാറു 40ാമത്തെ വയസ്സ് എന്റെ മുഖത്ത്, എന്റെ മനസ്സിൽ വന്നു. നല്ല സുന്ദരിയാണ്. ഒരു പൊട്ട് ഇങ്ങനെ ഒരു ഗോപി പൊട്ടായിരുന്നു തൊട്ടത്. എന്റെ മുടി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഒരു ഫ്ലോറൽ സാരി പ്ലീറ്റ് ചെയ്തത് ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു നോട്ടം. എനിക്ക് 40 വയസ്സാണ്. ഞാൻ വലിയ ആളായിട്ടൊക്കെ ഉണ്ടോ? അതോ ഇതുപോലത്തൊക്കെ തന്നെ? മെയിൻ ആളാണ് പാറു. അത് മതി. പാറുവിന്റെ ഫംഗ്ഷൻ ആണ്. നീ വിളിച്ചിട്ട് ഞങ്ങള് വന്നതാ. ഞങ്ങൾക്ക് അവിടെ വന്നതാ. ഞാൻ സൂപ്പർ സ്റ്റാർ ആങ്കർ ആയിരുന്നു. അല്ല, പാറു വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ വന്നിട്ട് പാറുവിനെ പറ്റിയാണ് അവിടെ ഗോസിപ്പ് നടക്കുന്നത്. പാറുവിന് ദേഷ്യം വരുമോ? സ്വാഭാവികം. എല്ലായിടത്തും അങ്ങനെയാണല്ലോ, നമ്മള് വിളിക്കും കുറെ കുറ്റം പറയാൻ ആൾക്കാർ പോകും. എന്നാലും ചേച്ചി സ്വപ്നം കണ്ടല്ലോ, എനിക്ക് അത് മതി. കണ്ടു. ഐ ലവ് യു. ഇടയ്ക്ക് എന്നെ സ്വപ്നമൊക്കെ കാണും കേട്ടോ, പക്ഷെ പ്രായച്ചിരി കുറയ്ക്കാം. അല്ല ഇനിയിപ്പൊ ഇതിങ്ങനെ അല്ല പാറു, ഇത് ഇങ്ങനെ ഒരു സാധനം 40 ഇട്ട് വന്നുകൊണ്ട് ഇനി വരുന്ന സ്വപ്നം 60, 70 ഒക്കെ ആയിരിക്കും. ചേച്ചി ഇനി നമുക്ക് കുറച്ച് കൊണ്ടുവരാം. പക്ഷെ കുഴപ്പമില്ല, സ്വപ്നം കണ്ടല്ലോ, അത് മതി.